എല്ലാവർക്കും മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം. തലക്കുളത്തൂർ ഭട്ടതിരിയുടെ കഥയുടെ 3-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ പറഞ്ഞത് ഭട്ടതിരിക്ക് ഒരു അധപ്പതനം സംഭവിച്ചതിൻ്റെ കഥയാണ്. ആ കണിയാത്തിക്ക് ഭട്ടതിരിയിൽ നിന്ന് ബുദ്ധിമാനും കോമളനും ഒക്കെ ആയിട്ടുള്ള ഒരു മകനുണ്ടായി. അദ്ദേഹവും ഇതുപോലെ ഗംഭീരൻ ആയ നല്ല വിദ്വാനായ ഒരു ജ്യോത്സ്യനായി തീർന്നു എന്നൊക്കെ കഴിഞ്ഞ തവണ കേട്ടു അല്ലേ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാലത്ത് ഒരു നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ അന്തർജനത്തിന് ഗർഭമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ യാദൃച്ഛികമായിട്ട് ഈ കണിയാരെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഈ കണിയാനോട് ചോദിച്ചു, ആ അന്തർജനം പ്രസവിക്കുന്നത് ഉണ്ണിയാണോ പെണ്ണാണോ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് കണിയാനോട് ഈ നമ്പൂതിരി ചോദിച്ചു. അപ്പോൾ കണിയാനൻ പറഞ്ഞു, പെൺകുട്ടിയായിരിക്കും, താമസിക്കാതെ ജാതകം എഴുതി തരാം എന്ന് പറഞ്ഞു. അതുപോലെ ഒരു സ്ത്രീ ജാതകം എഴുതി കൊടുക്കുകയും ചെയ്തു. ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ജാതകമാണ് എഴുതിയത്, ജനിച്ചിട്ടില്ല, ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ജാതകമാണ് എഴുതിയത്. ആ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ അന്തർജനം പ്രസവിച്ചു, പെൺകുട്ടി തന്നെ ആവുകയും ചെയ്തു. അപ്പോൾ ആ നമ്പൂതിരിക്ക് നല്ല വിശ്വാസമായി കണിയാൻ പറഞ്ഞതിൽ. പിന്നെയും അന്തർജനത്തിന് ഗർഭം ഉണ്ടാവണ സമയത്തൊക്കെ ഈ കണിയാരെ പോയി കാണും ഈ നമ്പൂതിരി. എന്നിട്ട് പ്രസവിക്കുന്ന സമയമൊക്കെ മുമ്പേ തന്നെ പറഞ്ഞു കൊടുക്കും കണിയാൻ. അതുപോലെ ജാതകവും എഴുതി കൊടുക്കും, മുമ്പുണ്ടായ പോലെ തന്നെ. അതെല്ലാം ശരിക്കും പറഞ്ഞ പോലെ തന്നെ വരികയും ചെയ്തു. അങ്ങനെ നമ്പൂതിരിക്ക് 9 പെൺകുട്ടികളുണ്ടായി എന്നാണ് പറയണത്. ഒരു ഉണ്ണി പോലും ഉണ്ടായില്ല. അപ്പോൾ 9 പെൺകുട്ടികളായി, ഒരു ഉണ്ണിയെങ്കിലും ഉണ്ടായെങ്കിൽ എന്നൊരു മോഹവും വിഷമവും ഉണ്ടായി. 9 കുട്ടികളും പെൺകുട്ടികളായാലോ, ഒരു ഉണ്ണിയെങ്കിലും തന്നില്ലല്ലോ എന്നൊക്കെ ഒരു വിഷമം. എത്രയാ വിഷമം ഉണ്ടായെന്ന് പറയാനില്ല. 10ാമതും അന്തർജനം ഗർഭിണിയായി. അപ്പോഴും പോയി കണിയാരെ കണ്ടു. അപ്പോഴും പെൺകുട്ടി തന്നെയാണ് എന്ന് കണിയാൻ പറഞ്ഞു. അതുപോലെ ജാതകമൊക്കെ എഴുതി കൊടുത്തു. കണിയാൻ പറഞ്ഞാൽ പിന്നെ അതിന് കട്ടുകെട്ടയ്ക്ക് ഒരു വ്യത്യാസവും വരില്ല എന്ന് നമ്പൂതിരിക്ക് നല്ല നിശ്ചയമാണ്. അതുകൊണ്ട് ഇപ്പോഴും 10ാമതും പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത വിഷമായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ യാദൃച്ഛികമായിട്ടൊരു വഴിപോക്കൻ നമ്പൂതിരി. പണ്ടൊക്കെ അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ വഴിയാത്ര ആണ്, വാഹന സൗകര്യങ്ങൾ ഒരുപാടില്ലാത്ത കാലമാണ്. ഉണ്ടെങ്കിൽ തന്നെ മഞ്ചലും കാളവണ്ടിയും അങ്ങനെയൊക്കെയാണ്. മഞ്ചലൊക്കെ വേണമെങ്കിൽ 4 ആൾ വേണം എടുക്കാൻ, 2 ആളെങ്കിലും വേണം. അപ്പോൾ അതിനുള്ള ബാല്യക്കാർ വേണം. അതിനൊന്നും പാങ്ങില്ലാത്തവർ നടന്നു പോവും. അങ്ങനെ നടന്നു പോണ വഴിക്ക് നമ്പൂതിരിമാരാണെങ്കിൽ അവർ ഏതെങ്കിലും ഇല്ലത്ത് കയറി വിശ്രമിക്കും, ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ പോകുന്ന ഒരു നമ്പൂതിരി ഈ ആദ്യത്തെ ഈ ഗർഭിണിയായിരിക്കണ ആ അന്തർജനത്തിൻ്റെ ഇല്ലത്ത് വന്നു. അപ്പോൾ ആ നമ്പൂതിരി ആരാന്ന് വെച്ചാൽ തൈക്കാട്ടുശ്ശേരിയിൽ തൈക്കാട്ട് നമ്പൂതിരിയായിരുന്നു എന്നാണ് പറയണത്. അദ്ദേഹം എവിടെയോ പോയി വരുന്ന വഴിക്കാണ് ഇവിടെ ഒന്ന് വിശ്രമിച്ച് പോവാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ഭക്ഷണം കിട്ടിയാൽ കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കയറിയത്. ആ വഴിപോക്കൻ നമ്പൂതിരിയെ കണ്ടപ്പോൾ ഈ ഗൃഹനാഥനായ നമ്പൂതിരി ആദരിച്ച് ഇരുത്തി, വേഗം കുളിച്ചു വന്നോളൂ, ഊണ് കഴിക്കാൻ വലിയ താമസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദരിച്ച് ഇരുത്തി. ദാരിദ്ര്യം നല്ല കലശലായിട്ട് ഈ നമ്പൂതിരിപ്പാടിനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 10 പെൺകുട്ടികളാണ്. 10 കുട്ടികളാണ്, പെൺകുട്ടി എന്നല്ല, 10 കുട്ടികളാണ്. ഇവർക്കൊക്കെ വേണ്ടതെല്ലാം കൊടുക്കണ്ടേ, അന്നവും വസ്ത്രവും എങ്കിലും കൊടുക്കണ്ടേ. അങ്ങനെ വലിയ ദാരിദ്ര്യത്തിലായിരുന്നു ഈ നമ്പൂതിരിപ്പാട്. അങ്ങനെ അങ്ങനെ ദാരിദ്ര്യമാണെങ്കിലും ഔദാര്യം ഉള്ള ആളായിരുന്നു. ആരെങ്കിലും വന്നാൽ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണ സമ്പ്രദായം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഔദാര്യം ഉണ്ടായിരുന്നു എന്നർത്ഥം.
അപ്പോൾ വഴിപോക്കൻ നമ്പൂതിരി കുളിയൊക്കെ കഴിഞ്ഞ് തേവാരവും ഒക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും ഭക്ഷണം തയ്യാറായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഊണ് കഴിഞ്ഞ് പുറത്തു പോയിരുന്ന് മുറുക്കി വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഗൃഹസ്ഥൻ നമ്പൂരി അദ്ദേഹത്തിൻ്റെ കഷ്ടങ്ങളെല്ലാം ഇദ്ദേഹത്തിനോട് പറഞ്ഞു. ഈ വന്ന നമ്പൂരിയോട് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഈ തൈക്കാട്ടുശ്ശേരി നമ്പൂതിരി പറഞ്ഞു, നാള് പോയിട്ട് എത്ര ദിവസമായി, എന്താണെന്ന് വെച്ചാൽ എത്ര മാസമായി, ഗർഭം എത്ര മാസമായി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1 മാസം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ഗൃഹസ്ഥൻ നമ്പൂതിരി. അപ്പോൾ ഈ വന്ന നമ്പൂതിരി പറഞ്ഞു, അത്രയേ ഉള്ളൂ, എന്നാൽ ഈ പ്രാവശ്യത്തെ ഞാൻ ഒരു ഉണ്ണിയാകരുതെന്നൊന്നുമില്ല, എനിക്കൊരു 40 ദിവസം ചെലവിന് തന്നിട്ട് എന്നെ ഇവിടെ താമസിപ്പിക്കാമെങ്കിൽ ഈ പ്രാവശ്യം ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഗൃഹസ്ഥൻ പറഞ്ഞു, സ്ത്രീ പ്രജയാണ് എന്ന് കണിയാൻ ജാതകവും കൂടി എഴുതി തന്ന സ്ഥിതിക്ക് അത് വ്യത്യാസം വരാൻ വലിയ പ്രയാസമാണ്, കണിയാൻ അത്ര സാമാന്യക്കാരനൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ വഴിപോക്കൻ നമ്പൂരി പറഞ്ഞു, അതൊക്കെ ശരി, എനിക്കൊരു 40 ദിവസം ഭക്ഷണം മാത്രം മതി, ഭക്ഷണം തന്ന് ഇവിടെ താമസിപ്പിക്കാൻ പറ്റുമോ, എന്നാൽ കണിയാനല്ല ബ്രഹ്മാവ് പറഞ്ഞാലും ഞാൻ നിവൃത്തി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. അത്ര ഉറപ്പായി പറഞ്ഞപ്പോൾ എന്നാൽ അങ്ങനെ ആവാം എന്ന് ഗൃഹസ്ഥൻ സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ വഴിപോക്കൻ നമ്പൂരി 40 ദിവസം അവിടെ താമസിച്ച് ഈ അന്തർജനത്തിന് ഒരു നെയ്യ് ജപിച്ചു കൊടുത്തു. ഏതോ മന്ത്രം ജപിച്ച് ഒരു നെയ്യ് ദിവസവും കൊടുത്തു. രാവിലെ പ്രസവ ദിവസം ഞാനും വരാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. കണിയാനെയും വരുത്തണം എന്ന് പറഞ്ഞു. ആര് പറഞ്ഞതാ ശരിയാവണമെന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇല്ലത്തേക്ക് തിരിച്ചു പോയത്. അങ്ങനെ അന്തർജനത്തിൻ്റെ പ്രസവ ദിവസം നേരത്തെ ആ നമ്പൂരി ചെന്നു. നമ്പൂരി ഇവിടെ അറിയിച്ചു പ്രകാരം പണ്ടത്തെ ആ വഴിപോക്കൻ നമ്പൂരി ഇദ്ദേഹത്തിൻ്റെ ഇല്ലത്തെത്തി. അദ്ദേഹം അവിടെ വന്നിരിക്കുന്ന വിവരം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒന്നും കണിയാനോട് പറയരുത് എന്ന് ഇദ്ദേഹം ഈ ഗൃഹസ്ഥനോട് പറഞ്ഞിരുന്നു. കണിയാനോട് ഞാൻ ഈ പറഞ്ഞതും ചെയ്തതും ഒന്നും പറയരുത് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം അങ്ങനെ പുറത്തിറങ്ങാതെ അകത്ത് തന്നെ ഇരുന്നു, ആരും കാണണ്ട. കണിയാൻ ഇനി അഥവാ വന്നിട്ട് എന്നെ കാണണ്ട എന്ന് വിചാരിച്ച്. കണിയാൻ അകത്തേക്ക് പ്രവേശനമില്ല. കണിയാൻ പഠിക്കൽ മുറ്റത്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ യാദൃച്ഛികമായിട്ട് ഒരു കാശി തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഒരാളും ആ വീടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു. ഉടനെ കുറച്ച് വലിയ താമസമൊന്നുമില്ലാതെ ആ അന്തർജനത്തിന് പ്രസവവേദനയും ഒക്കെ തുടങ്ങി, പ്രസവിക്കാനുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഗൃഹസ്ഥൻ നമ്പൂരി ഈ കണിയാനോട് ചോദിച്ചു, എന്താ കണിയാരെ പെണ്ണ് തന്നെയാണ് അല്ലേ എന്ന് ചോദിച്ചു. അടിയൻ എഴുതി തന്നിട്ടുള്ള ജാതകമൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ലല്ലോ, പിന്നെ എന്താ സംശയം, അങ്ങനെ തന്നെയാണിത് എന്ന് കണിയാനും പറഞ്ഞു. അപ്പോൾ കാശിവാസി, ആ മൂന്നാമത് വന്ന ആ കാശിന്ന് വന്ന ആളുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു, ഇതുവരെ തെറ്റിയിട്ടില്ലെങ്കിലും ഈ പ്രാവശ്യം കുറച്ച് തെറ്റിപ്പോയി, അന്തർജനം പ്രസവിക്കുന്നത് ആൺകുട്ടി തന്നെയാണ്, സംശയമില്ല എന്ന് ആ കാശിന്ന് വന്ന ആളും പറഞ്ഞു. അങ്ങനെ ഒരിക്കലും വരില്ല എന്ന് കണിയാനും ആ കാശിവാസിയും കൂടി വാദിച്ചു. ഇങ്ങനെ അവർ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ തൊഴുത്തിൽ അവരുടെ ഒരു പശുവിന് പ്രസവ വേദന തുടങ്ങി. പശു പ്രസവിക്കാറായി. പ്രസവിക്കുന്നതിൻ്റെ മുമ്പേ ഈ ഗൃഹസ്ഥൻ നമ്പൂരി ചോദിച്ചു കണിയാനോടെ, ആട്ടെ കണിയാരെ, എന്നാൽ ഈ പശു പ്രസവിക്കുന്ന കിട എന്ത് കിടാവാ എന്ന് ആയിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ കണിയാൻ പറഞ്ഞു, കാളക്കിടാവാണ്, നെറ്റിയിൽ ചൂട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നെറ്റിയിലൊരു അടയാളം ഉണ്ടാവും, കാളക്കിടാവായിരിക്കും എന്ന് പറഞ്ഞു.
പണ്ടൊക്കെ പറയാറുള്ളത് പുറത്ത് ആണാണെങ്കിൽ അകത്ത് പെണ്ണ് എന്നാണ് പറയാറ്. അങ്ങനെ ഒരു ചൊല്ലുണ്ടായിരുന്നു. പശു കാളക്കിടാവിനെ പ്രസവിച്ചാൽ അകത്ത് ഗർഭിണിയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അകത്ത് പെണ്ണാവും. പശുക്കിടാവിനെ പ്രസവിച്ചാൽ അകത്ത് ഉണ്ണി ഉണ്ടാവും എന്നൊരു ചൊല്ലുണ്ട് പണ്ട്. അങ്ങനെ കണിയാൻ പറഞ്ഞു, പശു പ്രസവിക്കുന്നത് കാളക്കിടാവായിരിക്കും, അതിന് നെറ്റിയിൽ ഒരു ചൂട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ കാശിവാസി പറഞ്ഞു, നെറ്റിയിൽ ചൂട്ടല്ല, വാലിൽ കൊടിയാണ്, വാലിലാണ് അടയാളം, നെറ്റിയിലല്ല എന്ന് കാശിവാസി പറഞ്ഞു. അപ്പോൾ അപ്പോഴും രണ്ടുപേരും കൂടി വാദപ്രതിവാദമായി. എന്നാൽ നമുക്കറിയാലോ എന്നൊക്കെ പറഞ്ഞു കണിയാൻ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പശു പ്രസവിച്ചു. കിടാവ് കാള തന്നെയായിരുന്നു, കാളക്കുട്ടിയായിരുന്നു. എന്നാലും എന്താണ്ടായേ, കാശിവാസി പറഞ്ഞതുപോലെ വാലിന്മേലായിരുന്നു അടയാളം ഉണ്ടായിരുന്നത്. അപ്പോൾ കണിയാന് കുറച്ചൊരു ലജ്ജയും ഒക്കെ വന്നു. ഈ കാശിവാസി ഇദ്ദേഹം എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലായത്, എനിക്കെങ്ങനെയാണ് തെറ്റിപ്പോയത് എന്നൊക്കെ ഒരാലോചന. അദ്ദേഹത്തിന് കാശിവാസിയെക്കുറിച്ച് വലിയ ബഹുമാനവും ഒക്കെ ഉണ്ടായി. അന്തർജനം അപ്പോൾ അദ്ദേഹത്തിന് ആ കണിയാനൊരു സംശയം തുടങ്ങി. ഇനിയിപ്പോൾ അന്തർജനം പ്രസവിക്കുന്നത് ഇനിയിപ്പോൾ ആൺകുട്ടി തന്നെ ആവുമോ എന്നൊരു സംശയവും തുടങ്ങി. ഉണ്ണി എങ്ങാനും ആവുമോ എന്ന് ഒക്കെ വിചാരിച്ച് ആകെ പരിഭ്രമായി. ഉടനെ കുറച്ച് വലിയ താമസമൊന്നും ഇല്ലാണ്ട് ആ അന്തർജനവും പ്രസവിച്ചത് ഉണ്ണിയായിരുന്നു. കണിയാരുടെ വിഷമം ഇരട്ടിച്ചു. അപ്പോൾ അന്തർജനം പ്രസവിച്ചു ഉണ്ണിയാണേ എന്ന് പറഞ്ഞിട്ട് ഗൃഹസ്ഥൻ പുറത്തേക്ക് വന്നു. അപ്പോൾ താൻ ശാസ്ത്രപ്രകാരം പറഞ്ഞതൊക്കെ എങ്ങനെ തെറ്റിയത് എന്ന് വിചാരിച്ചിട്ട് കാശിവാസിയോട് ചോദിച്ചു. മഹാത്മാവാണ് എന്ന് മനസ്സിലായി. ഇതെന്താ, ഞാൻ ഗണിച്ച് പറഞ്ഞതൊക്കെ തെറ്റാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു. ഞാൻ ശാസ്ത്രപ്രകാരമാണല്ലോ 2 സംഗതികളും പറഞ്ഞത്, അവ രണ്ടും തെറ്റിപ്പോയി. പശുവിൻ്റെ കാര്യം പറഞ്ഞതും തെറ്റി, അന്തർജനത്തിൻ്റെ കാര്യം പറഞ്ഞതും തെറ്റി. അപ്പോൾ ഈ ശാസ്ത്രാബദ്ധമാണെന്ന് വരുമോ എന്നൊക്കെ കാശിവാസിയോട് ഈ കണിയാന് സംശയം ചോദിച്ചു. അപ്പോൾ ശാസ്ത്രം അബദ്ധം എന്നൊരിക്കലും ആവില്ല, അബദ്ധമാവില്ല. ശാസ്ത്രം ഒരിക്കലും അബദ്ധമാവില്ല. ശാസ്ത്രം ഗ്രഹിച്ചിരുന്നാലും സംയുക്തമായിട്ട് നന്നായിട്ട് ആലോചിക്കാതെയും മറ്റും പറഞ്ഞാൽ ഇങ്ങനെ തെറ്റിപ്പോവും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് രണ്ടും തെറ്റാൻ നിൻ്റെ വിചാരക്കുറവ് കൊണ്ടാണ് കാരണം. തെറ്റിപ്പോയത് നീ കുറച്ച് ശ്രദ്ധയില്ലാതെ വിചാരിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഉടനെ കണിയാൻ ഇതിൻ്റെ കാരണം വ്യക്തമായിട്ട് പറഞ്ഞു കേട്ടാൽ കൊള്ളാമെന്ന് കാശിവാസിയോട് അപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾക്ക് ഗർഭമുണ്ടായി 3 മാസം കഴിയുന്നതിന് മുമ്പ് വിചാരിച്ചാൽ സ്ത്രീയോ പുരുഷനോ ഏതെങ്കിലുമൊക്കെ ആക്കി തീർക്കാൻ ബ്രാഹ്മണർക്ക് ശക്തിയുണ്ട്. അത് അവരുടെ വേദത്തിൻ്റെ മാഹാത്മ്യമാണ്. അതിനാൽ ഗർഭം ഉണ്ടായി 3 മാസം ആവാതെ ജാതകം എഴുതി കൊടുക്കരുത്. കുട്ടി ആണോ പെണ്ണോ അതൊന്നും ഗണിച്ചു പറയാൻ പാടില്ല. 3 മാസം കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. പ്രസവിക്കുന്നതിന് മുമ്പെയാണ് കണിയാൻ ഇതൊക്കെ ചെയ്യണത്. അതാണ് 3 മാസം എങ്കിലും ഗർഭം ആവണം, എന്നാലേ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നീ ഇതിനെക്കുറിച്ചൊന്നും വിചാരിക്കാതെ ആദ്യം ജാതകം ഗണിച്ചപ്പോൾ കണ്ട ലക്ഷണം വിചാരിച്ച് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത്. അപ്പോൾ തൽക്കാലസ്ഥിതി വിചാരിക്കാതെ ഇങ്ങനെ തെറ്റിപ്പോയതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പശുക്കിടാവാണെങ്കിൽ പശുക്കിടാവ് ഗർഭത്തിൽ കിടന്നിരുന്നപ്പോൾ അതിൻ്റെ വാല് വളഞ്ഞ് ഇങ്ങോട്ട് നെറ്റിയുടെ ഭാഗത്തേക്ക് വന്നിരുന്നു അത്രേ. അതുകൊണ്ടാണ് കണിയാൻ അതിൻ്റെ നെറ്റിയിൽ ചാർത്തുണ്ട് എന്ന് തോന്നിയത് ആലോചിച്ചപ്പോൾ. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിരുത്തി ആലോചിച്ചിരുന്നെങ്കിൽ നിനക്കും ഇതൊക്കെ ഒന്നും കൂടി മനസ്സിലാവുമായിരുന്നു. ഇങ്ങനെയൊക്കെ കാശിവാസി പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം തൻ്റെ അച്ഛനായ
തലക്കുളത്തൂർ ഭട്ടതിരിപ്പാട് തന്നെയാണോ? മനസ്സിലായില്ല, ഒരു സംശയം വന്നു. തലക്കുളത്തൂർ ഭട്ടതിരി തന്നെയാണോ തൻ്റെ അച്ഛനാണെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു. ഭട്ടതിരിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അമ്മയും നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ കാശിവാസി എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചു. അച്ഛൻ അല്ലേ, അവരുടെ പിതൃപുത്ര ബന്ധം പരസ്പരം അറിഞ്ഞതിൻ്റെ ശേഷം രണ്ടുപേരും കൂടി കാണുന്നത് ആണ്. ആദ്യമായിട്ടാണ് മകനെ കാണുന്നത് ഭട്ടതിരി. അത് കഴിഞ്ഞ് കണിയാൻ്റെ വീട്ടിൽ പോയി ഭട്ടതിരി. ഇങ്ങനെ ഒരു സംഗതി, ഈ കാര്യങ്ങളുണ്ടായത് മൂവാറ്റുപുഴ അടുത്ത് പിറവത്ത് പുളിമറ്റത്ത് നമ്പൂതിരിയുടെ ഇല്ലത്ത് വെച്ചാണ് എന്നാണ് പറയണത്. ഇങ്ങനെ ഈ അന്തർജനത്തിൻ്റെ പ്രസവവും പശുവിൻ്റെ പ്രസവവും ഒക്കെ ഉണ്ടായത് പുളിമറ്റത്ത് ഇല്ലം അവിടെ വെച്ചാണ് എന്നാണ് പറയുന്നത്. ഈ ഭട്ടതിരിയുടെ കഥയുടെ ബാക്കി കുറച്ച് ഭാഗം കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.